അങ്ങനെ നമ്മൾ ചെന്നൈയിലോട്ട് പോകാൻ പോവാണ് കേട്ടോ. 2 പേർക്കും എക്സാം ഉണ്ട്. അല്ലുവിനും നിച്ചുവിനും നാളെ അബാക്കസിൻ്റെ എക്സാമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് കയറി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സാൻഡ്വിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സാൻഡ്വിച്ചാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് അതും ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും വന്നു. സാൻഡ്വിച്ച് അത്യാവശ്യം കുഴപ്പമില്ല. ഒരു എന്താ പറയുക, കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പിന്നെ വിശപ്പ് കൊണ്ട് കഴിക്കണമല്ലോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങിയതാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഉച്ച അടുപ്പിച്ചായി. അപ്പോൾ ഇനി ഇത് കഴിച്ചിട്ട് പിന്നെ എന്താണ്, ഉച്ച കഴിഞ്ഞിട്ടുള്ള ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ നമ്മൾ അവിടെ ചെന്നൈയിൽ ചെന്നിട്ടായിരിക്കും കഴിക്കുന്നത്. പിന്നെ മിക്സഡ് ഫ്രൂട്ട് ജ്യൂസും അതും വലിയ കുഴപ്പമില്ലായിരുന്നു. എന്നാലും ചെറിയൊരു പുളിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, അല്ലുവിനും നമ്മൾ 4 പേരും അത് തന്നെയാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് യാത്ര ഇങ്ങനെ പോവുകയാണ് കേട്ടോ. എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്രയായിരുന്നു അത്. ചെന്നൈയിൽ തന്നെ അവർക്ക് വേണ്ടിയിട്ട് തന്നെ പോകാൻ പറ്റി. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ അവർ തന്ന ആ ജ്യൂസും കുഴപ്പമില്ല. പക്ഷേ അല്ലുവിന് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. മിച്ചു കുറച്ച് കുടിച്ചു കേട്ടോ. എനിക്കും ഇച്ചിരി പുളിപ്പ് ഫീൽ ചെയ്തു. പിന്നെ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. പിന്നെ അല്ലാതെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു. ഒരു സ്നാക്സ് പാക്കറ്റായിരുന്നു കേട്ടോ. അതിൽ ഈ ഡേറ്റ്സ് ആൻഡ് നട്ട് ബാറും പിന്നെ അതുപോലെ തന്നെ ഫ്രൈഡ് ആയിട്ടുള്ള ഒരു ഐറ്റം, ഒരു ലേസ് പോലത്തെ ഒരു, പിന്നെ പോമോഗ്രാനൈറ്റിൻ്റെ ജ്യൂസും ആയിരുന്നു കേട്ടോ. അതും വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമുക്ക് വിശപ്പുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് കിട്ടിയാലും കഴിക്കുമല്ലോ, ആ ഒരു അവസ്ഥയാണ്. പിന്നെ അത് കഴിച്ചതിന് ശേഷം നമ്മൾ ഫ്ലൈറ്റ് അതായത് ചെന്നൈയിൽ എത്താറായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും പിന്നെ യാത്രയൊക്കെ ആസ്വദിച്ചു. പിന്നെ നമ്മൾ ചെന്നൈയിലെത്തിയതിന് ശേഷമുള്ള വിശേഷങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ പുറകെ. അപ്പോൾ ഓക്കെ, ബൈ.